മിനിസ്റ്ററുടെ മകനുമായി ഏറ്റുമുട്ടിയ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തിരുമേനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പരാതി പിൻവലിച്ചത്. ഇതിനെക്കുറിച്ചറിയാൻ എന്നെ വിളിക്കണമെന്നില്ല. താൻ തന്റെ മുത്തച്ഛനെ വിളിച്ചു ചോദിക്കുക. മുത്തശ്ശൻ ഒരിക്കലും സ്വയം പരാതി പിൻവലിക്കാൻ വഴിയില്ല. ഇത് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചതാ. പോലീസ് അങ്ങനെ ചെയ്തെങ്കിൽ ഇത് വെറുതെ വിടരുത് വൃന്ദേ. മുത്തശ്ശനെ കൊണ്ട് പരാതി പിൻവലിപ്പിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ? രുദ്രൻ കേസ് നൈസായിട്ട് ഊരിപ്പോയല്ലോ. വൃന്ദേ, നീ ACP വിളിച്ച കാര്യം പറ. ആ SA കിട്ടിട്ടുണ്ട് കുട്ടു കൊടുക്കണം. ACP എന്ത് ചെയ്യാനാ? അതിനു മുകളിലല്ലേ ആ രുദ്രന്റെ പിടിപാട്. പിന്നെ എന്ത് ചെയ്യാനാ? രുദ്രൻ മുത്തശ്ശനോട് ഈ ക്രൂരത കാണിച്ചിട്ട് അവനെ വെറുതെ വിടണോ? അവനെ പോലീസ് വെറുതെ വിട്ടെന്ന് കരുതി നമ്മൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മുത്തശ്ശന് പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഈ നീതി നമ്മൾ നടപ്പിലാക്കും. രുദ്രൻ നമ്മളെയോ നമ്മുടെ വീട്ടുകാരെയോ ഫോക്കസ് ചെയ്യരുത്. ഇത്രയും കാലം നമ്മൾ രുദ്രനെ ഭയന്ന് വഴിമാറി നടന്നു, ആരവിന് വേണ്ടി. ഇനി രുദ്രനെ നമ്മൾ ഭയക്കില്ല. രുദ്രന്റെ വാല് മുറിക്കണം. നമ്മൾ ആരാണെന്ന് രുദ്രന് കാണിച്ചു കൊടുക്കണം. അവനെ ഇങ്ങനെ കൈകാര്യം ചെയ്യും. അതിനുവേണ്ടി നമ്മളിൽ ഒരാൾ തയ്യാറാവേണ്ടി വരും. നമ്മൾ ഒരുക്കുന്ന കെണിയിൽ രുദ്രൻ വന്ന് വീഴണം. അവനെ നമ്മൾ വീഴ്ത്തും. എന്നിട്ട് വേണം മുത്തശ്ശനോട് അവൻ ചെയ്ത ദ്രോഹത്തിന് പകരം വീട്ടാൻ. അതിനുവേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരോ തയ്യാറാവുന്നേ? ഞാൻ തയ്യാറാ. മുത്തശ്ശന് വേണ്ടി അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. വല്ല റെക്കമെൻഡേഷൻ ആയിരിക്കും. ഇത് വലിയ ശല്യമായല്ലേ പുല്ല്. ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ സാർ, ഞാൻ രജനിയാ. രജനിയോ? ഏത് രജനി? സാർ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? കഴിഞ്ഞ ആഴ്ച മോളിൽ വെച്ച് കണ്ടപ്പോ സാറ് പറഞ്ഞിരുന്നില്ലേ സാറിന്റെ ഓഫീസിൽ വന്ന് നേരിട്ട് കാണാൻ. ഓഫീസിൽ വന്ന് കാണാനാ? അതാര്? അതെ, എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. നിനക്ക് ഞങ്ങൾ മനസ്സിലാക്കി തരാടാ. എന്താ സാർ ഇത്? എന്നെ ഓർമ്മയില്ലാത്ത പോലെ കൊച്ചു കള്ളൻ. എന്നെ ഓർമ്മയൊക്കെ ഉണ്ട്, ഓർമ്മയില്ലാത്ത പോലെ അഭിനയിക്കല്ലേ? മറ്റേ കാര്യം പറ, എന്നാലേ അയാൾ വീഴൂ. ഓക്കെ. സാറിന് ഇനിയും മനസ്സിലായില്ലേ? കോർപ്പറേഷനിലെ മറ്റേ ജോലിക്കാരത്തിന് വേണ്ടി ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്ത ആ കക്ഷിയാ ഞാൻ. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ലെറ്റർ വാങ്ങിത്തരുന്ന സാറ് പറഞ്ഞതല്ലേ? രജനി, 25 വയസ്സ്. ഇപ്പൊ ആളെ പിടികിട്ടി. ഇപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നത്? വീണു. പിന്നെ ഒരു ദിവസം ഒരുപാട് പേരെ കാണുന്നതല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടില്ല മോളെ. അവൻ ആളൊരു കോഴിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മിണ്ടല്ലേ. സാർ ഇന്ന് ഓഫീസിലുണ്ടാവോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഓഫീസിലോട്ടൊന്നും വരണ്ട, ഞാൻ വേറൊരു സ്ഥലം പറഞ്ഞുതരാം, അങ്ങോട്ട് വാ. ചുമ്മാ വന്നിട്ട് കാര്യമില്ല, സഹായത്തിന് നന്ദി വേണം. നന്ദി എന്റെ കാരണത്താ കൊടുക്കേണ്ടത്. പോരെ, അമ്മ എല്ലാം ശരിയാക്കി തരാം. സാർ, ഞാൻ വന്നാ സാർ അവിടെ തനിച്ചായിരിക്കോ? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരില്ല. ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നീ ഒരു 3 മണിയാകുമ്പോ പോവാ. നമുക്ക് ജോലിയൊക്കെ ശരിയാക്കണ്ടേ? അണ്ണനാണ് ഈ വാക്ക് തരുന്നത്. സ്ഥലം ഞാൻ പറഞ്ഞുതരാം.
ടൗണിൽ നിന്ന് തിരിഞ്ഞ് വലത്തോട്ട് നേരെ വരണം. പിന്നെ രുദ്രന്റെ ഗസ്റ്റ് ഹൗസ് ഏതെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. ഓക്കെ സാർ.